എല്ലാവരും സെറ്റല്ലേ? എക്സ്പീരിയൻസ് ഷെയറിങ് പറയാനൊക്കെ എല്ലാവരും ഇന്ന് സെറ്റാണെന്ന് വിചാരിക്കുന്നു. വിളിക്കുന്ന സമയത്ത് എന്താ പറയുക, ലാഗ് ചെയ്യാതെ എല്ലാവരും ഓൺ ടൈം റിസൾട്ട് ഷെയർ ചെയ്യാൻ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്നത്തെ ദിവസം സൺഡേ എല്ലാവരും ഇപ്പം എല്ലാ പാർട്ടിസിപ്പൻസും ഇപ്പം ജോയിൻ ആയിട്ടില്ല. അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയാലോ. അതുകൊണ്ട് ആരും മടി കാണിക്കാതെ അവനവൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ദൗത്യം ഞാനായിട്ട് ഏറ്റെടുത്താണ്. അത് മനോജ് സാറിന് അറിയാം. അപ്പം ഞാനായിട്ട് ഏറ്റെടുത്ത ഇന്നത്തെ ദൗത്യം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം ഇപ്പം നമുക്കറിയാം കുറച്ച് പുതിയ മെമ്പേഴ്സൊക്കെ നമ്മൾ നോർമലി എന്നെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ നമുക്ക് പുതിയ ഈ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനൊന്ന് എന്നെ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലീന സുജിത്. ഞാൻ എൻ്റെ ജന്മനാട് തലശ്ശേരിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധിച്ച് ഞങ്ങൾ കേരളത്തിന് പുറത്താണ്. പല നാടുകളിലായിരുന്നു. അവസാനം ഞങ്ങൾ ജംഷഡ്പൂരിലാണ് പിന്നെ ഫൈനലായിട്ട് സെറ്റിലായത്. ഹസ്ബൻഡ് ഇവിടെ ഈ ജംഷഡ്പൂരിൽ തന്നെയാണ്. ഹസ്ബൻഡും പഠിച്ചതും പിന്നെ വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മോൾക്ക് 3 വയസ്സായിരുന്നു. അപ്പം പിന്നെ ഇവിടെ നിന്നാണ് പഠനം സ്കൂൾ തുടങ്ങിയത്. അപ്പം പിന്നെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് സ്കൂൾ സെറ്റായപ്പോൾ പിന്നെ സ്ഥലമൊന്നും മാറാൻ പോയില്ല. വന്നപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടു. കാലാവസ്ഥയാവട്ടെ എല്ലാം കൊണ്ടും ഈ നല്ലൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിലായി. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഷെയറിങ്ങിൽ തന്നെ തുടങ്ങാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് അറിയാനിടയായത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും ഞാൻ എക്സൈറ്റ്മെൻറ്റ് വന്നു. ഇതിൽ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ കിട്ടിയെന്ന് വെച്ചാൽ സ്ട്രോക്കൊന്നും വരില്ല. സ്ട്രോക്കൊക്കെ വന്നാൽ തന്നെ കുറേയൊക്കെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കതൊരു സത്യം പറഞ്ഞ ഒരു ബാഡ് ലക്കായിപ്പോയി. ഞാൻ അറിയുന്നത് വൈകിപ്പോയി. എന്നാലും വേണ്ടില്ല, പേടി, ഒരു മരണം സംഭവിക്കുക എന്നെല്ലാം പറഞ്ഞാൽ ലൈഫിൽ ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസും എല്ലാം കണ്ട് പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എന്താ പറയുക, എനിക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേട്ടപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡായി. എന്തായാലും വാങ്ങണമെന്ന് തോന്നി. പിന്നെ ഇതിലൊരു ബിസിനസ് ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ താല്പര്യം വന്ന് പ്രൊഡക്റ്റ് വാങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ വരികയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പറയാന്ന് വെച്ചാൽ അപ്പോൾ ഇത് റിസൾട്ട് വരണം. റിസൾട്ട് വന്നാൽ നമുക്ക് പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് പോകുമ്പോൾ എല്ലാവരും പറയുന്നില്ലേ, എനിക്ക് അസുഖമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാനും എനിക്കിപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കാൻ മാത്രം റിസൾട്ട് കാണിക്കാനൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഇത് ഉപയോഗിച്ചു, കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ചു, എൻ്റെ ഇത് മാറി അത് മാറി എന്നൊന്നും പറയാൻ എനിക്ക് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ എങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങും? അപ്പോഴാണ് എൻ്റെ മുന്നിൽ ഒരു എക്സാമ്പിളായിട്ട് ചേച്ചി. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വാങ്ങി ഉപയോഗിക്കൂ. അപ്പം ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ അസുഖത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ഒരു കലവറിയാണ്. ശരിക്കും അസുഖത്തിന് കയ്യും കാലും വെച്ചെന്ന് പറയില്ല, അതുപോലെ ഒരുപാട് അസുഖം. എൻ്റെ ചേച്ചി ഇന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എന്തായാലും വരും. അപ്പോൾ ചേച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് കോഴിക്കോടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൾ അവിടെ സെറ്റിൽഡാണ്. അപ്പം ചേച്ചിയെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയെ ദിവസം വിളിച്ച് ചോദിക്കും, ചേച്ചി എങ്ങനെയുണ്ട് എന്ന്. ഒരാഴ്ച ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചി ഓരോ റിസൾട്ട് പറയാൻ തുടങ്ങിയപ്പം എനിക്ക് തോന്നി എന്തായാലും ഈ പ്രൊഡക്റ്റ് ഞാൻ മസ്റ്റായിട്ട് വാങ്ങണം തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങി. അങ്ങനെ എനിക്ക് പിന്നെ ആദ്യം തന്നെ ഞാൻ നവംബർ 1 എനിക്ക് കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഞാൻ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഓഗസ്റ്റ് അങ്ങനെയെല്ലാം ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്ന ദിവസം മുതലാണല്ലോ നമ്മൾ അതിനെ ശരിക്കും നെഞ്ചോട് ചേർക്കുന്നത്. അതുവരെ നമ്മളൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ വന്നു എന്നല്ലാതെ പ്രൊഡക്റ്റ് പറ്റിയൊന്നും വലിയ ഐഡിയ. അപ്പോൾ ആ മാസങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയാം. അപ്പം നവംബർ 1 അപ്പം ആ സമയത്ത് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ആ സമയത്ത് നമ്മുടെ 6-7 AM ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ പ്രൊഡക്റ്റ് വീട്ടിൽ ഡെലിവറി വന്നത്. അത് ഞാൻ അന്ന് ഇവിടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും കാണിച്ചു തന്നിരുന്നു. ഇത് എൻ്റെ പ്രൊഡക്റ്റ് എത്തി എന്നൊക്കെ വന്നിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചൊക്കെ തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നവംബർ 1 ഞാൻ ഈ പ്രൊഡക്റ്റ് നൈറ്റിൽ ഉപയോഗിക്കുന്നു.
പിറ്റേന്ന് ഉറങ്ങി എണീച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കാലമായിട്ടുള്ള ഷോൾഡർ പെയിനും പിന്നെ കഴുത്തിന് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴും കഴുത്തിൻ്റെ ബാക്കിലൊരു പിന്നെ ടവലൊക്കെ ചുറ്റി ഇങ്ങനെ ഒരു പിന്നെ ഫിറ്റാക്കിയിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എനിക്കൊരു പ്രത്യേക പില്ലോ ഉണ്ട്, അതിലല്ലാതെ എനിക്ക് കിടക്കാൻ പറ്റുക. ഭയങ്കര കഴുത്ത് വേദനയായിരുന്നു. അത് എനിക്ക് പിറ്റേന്ന് മാറി എന്നുള്ളതാണ്. ആ ഷോൾഡറിൻ്റെ പുകച്ചിൽ കുറേ സമയം കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഷോൾഡർ ഭയങ്കര പുകച്ചിലായിരുന്നു. അപ്പോൾ അതും എൻ്റെ കഴുത്ത് വേദന പിറ്റേന്ന് രാവിലെ മാറിയപ്പോൾ തന്നെ എനിക്ക് വണ്ടറടിച്ചു പോയി. ഇതിന് നല്ലൊരു സംഭവം. അപ്പോൾ അന്ന് ഞാൻ പിറ്റേന്ന് ഞാൻ വെച്ച് എനിക്ക് തോന്നുന്നതായിരിക്കും, കാരണം അറിയില്ല ഇതെന്താണ് സംഭവിച്ചത്. പക്ഷെ കുറേ ദിവസം ഞാൻ നോക്കിയപ്പോൾ അത് ശരിക്കും പിന്നെ വന്നിട്ടില്ല. അന്ന് പോയതാണ്, അന്ന് പോയിട്ട് ഇന്ന് വരെ അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് മെല്ലെ 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 പിന്നെ എന്താ പറയുക, മൈഗ്രെയിൻ, എനിക്ക് തലവേദന വരാറുണ്ട് ഇടക്കിടക്കിടക്ക്. തലവേദന ഒക്കെ ഞാൻ ഡൈക്ലോവൻ ബെഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഉറങ്ങുക. കാരണം തലവേദന രാത്രിയൊക്കെ പെട്ടെന്ന് ഒരു വൈകുന്നേരമൊക്കെ തലവേദന വന്നാൽ അത് പിറ്റേന്ന് രാവിലെ അവർ എന്നെ ശല്യം ചെയ്യും, ഉറങ്ങാൻ പറ്റില്ല. അപ്പം രാത്രി ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചാലേ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതും കൊണ്ടുപോകുന്നു. അപ്പം അത് മാറി. അപ്പോൾ എനിക്ക് പിന്നെ ഉച്ചക്ക് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ തലവേദന എടുക്കും. ഉറങ്ങിപ്പോയാൽ ആരെങ്കിലും വിളിച്ചാൽ പിന്നെ തലവേദന എടുക്കും. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ തലവേദന എടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ശരിക്കും ഒരു മാജിക്കൽ റിസൾട്ട് വന്നപ്പം എനിക്ക് ശരിക്കും പിന്നെ അതിന് ശേഷം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം കുറച്ച് കാശൊക്കെ കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ മോൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തത്. കാരണം മോൾക്ക് കുറേ പിന്നെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ആദ്യത്തെ ഷെയറിങ്ങിന് തന്നെ എൻ്റെ മോളെയാണ് വിളിക്കാൻ പോകുന്നത്. അപ്പം മോളെ സത്യസന്ധമായിട്ട്, കാരണം നമ്മൾ ഈ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ വരിക്കോ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇവർ ഊടായിപ്പ്, ഇവരെന്തോ കളവ് പറയുന്നതാണ്, അങ്ങനെ ഒരു ഇതാണല്ലോ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് നിങ്ങളൊക്കെ വന്നത് തന്നെ കോൺഫിഡൻസ്, നമ്മൾ ഓരോരാൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന കോൺഫിഡൻസ് കാണുമ്പോഴാണല്ലോ വരും, റിസൾട്ട് കാണുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ്. ഈ പ്രൊഡക്റ്റ് കുറച്ചുകൂടി ആൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇല്ലേ? അപ്പോൾ ആ കോൺഫിഡൻസ് നമുക്ക് വരുന്നത് എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ആദ്യം തന്നെ എൻ്റെ മോള് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ